ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ശാലിമ. അപ്പോൾ എല്ലാവരും കേട്ടറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അല്ലേ? കുറേ പേർക്ക് ചെറിയ മാർക്കിനൊക്കെ എക്സാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അവരാരും വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഉടനെ തന്നെ അടുത്ത കേട്ടറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് സംഭവിച്ച എങ്ങനെയാണ് നമുക്ക് ആ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാതെ, എവിടെയാണ് നമുക്ക് പിഴവ് പറ്റിയെന്നൊക്കെ നമുക്ക് അറിയണം അല്ലേ? അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായിരുന്നു. എന്താണ്? നമ്മുടെ സിലബസിൽ ഹിസ്റ്ററി ആണെങ്കിലും ജോഗ്രഫി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും പൊളിറ്റിക്സ് ആണെങ്കിലും എല്ലാം നമ്മുടെ ആ ഒരു സിലബസുമായിട്ട് ബേസ് ചെയ്ത കുറേ കാര്യങ്ങൾ എന്താണ് SCERTയിലും വരുന്നുണ്ട് അല്ലേ? അപ്പോൾ SCERTയിലെ ഒരുപാട് ചാപ്റ്റേഴ്സിൽ നിന്ന് കണക്ട് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമുക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് നമ്മുടെ സിലബസുമായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കാനുള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം അല്ലേ, നമുക്ക് എത്ര മാർക്കാണ് നമ്മുടെ സോഷ്യൽ സയൻസ്, നമ്മുടെ ആ സബ്ജക്റ്റിന് എത്ര മാർക്കാണ് വരുന്നത്? 80 മാർക്ക് വരുന്നുണ്ട് അല്ലേ? 80 മാർക്കാണ് നമ്മുടെ സബ്ജക്റ്റിന് വരുന്നത്. അതിലെ ഹിസ്റ്ററിക്ക് എത്ര മാർക്കാണ് വരുന്നത്? ഹിസ്റ്ററിയിൽ എന്തൊക്കെ ഉൾപ്പെടും? കേരള ഹിസ്റ്ററി ഉൾപ്പെടും, ഇന്ത്യൻ ഹിസ്റ്ററി ഉൾപ്പെടും, അതുപോലെ എന്താണ് വേൾഡ് ഹിസ്റ്ററി. അപ്പോൾ കേരള ഹിസ്റ്ററി വരും, ഇന്ത്യൻ ഹിസ്റ്ററി വരും, വേൾഡ് ഹിസ്റ്ററി വരും അല്ലേ? ഇതെല്ലാം കൂടി എത്ര മാർക്ക് വരും? 15 മാർക്കാണ്. ഹിസ്റ്ററി പോർഷനിൽ എത്ര മാർക്ക് വരും? 15 മാർക്കാണ് നമുക്ക് ഹിസ്റ്ററി പോർഷൻ. നമ്മുടെ സിലബസ് പ്ലസ് SCERT കൂടിയാണ് നമുക്ക് എന്ത് വരുന്നു? ഈ ഹിസ്റ്ററി പോർഷനിലെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ എത്ര മാർക്ക് വരും? 15 മാർക്ക് ഹിസ്റ്ററിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിലെ നമ്മുടെ ഹിസ്റ്ററിയിൽ നമ്മുടെ സിലബസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. ഹിസ്റ്ററിയിൽ ഏതാണ്? 8ാം ക്ലാസ്സിലെ ഏതാണ് വരുന്നത്? 8ാം ക്ലാസ്സിലെ ദ റിവർ വാലി സിവിലൈസേഷൻ. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2ലാണ് ദ റിവർ വാലി സിവിലൈസേഷൻ. അപ്പോൾ നദീതട സംസ്കാരങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ എന്തുണ്ട്? നദീതട സംസ്കാരങ്ങളുണ്ട് അല്ലേ? സിന്ധു നദിയുടെ സംസ്കാരവും അതുപോലെ മെസപ്പൊട്ടോമിയൻ സംസ്കാരം, അങ്ങനെ കുറേ സംസ്കാരം, ചൈനീസ് സംസ്കാരം, അങ്ങനെ കുറേ സംസ്കാരങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ് 8ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് റിവർ വാലി സിവിലൈസേഷൻ. അതുപോലെ എന്താണ് ഹിസ്റ്ററി പഠിക്കാനുള്ളത്? ടുവേർഡ്സ് ദ ഗംഗാറ്റിക് പ്ലെയിൻസ് ചാപ്റ്റർ 8. അപ്പോൾ അതും 8ാം ക്ലാസ്സിലെ തന്നെ ചാപ്റ്റർ 8. 8ാം ക്ലാസ്സിലെ ഏതാണ്? 8ാമത്തെ ചാപ്റ്ററിലാണ് എന്താണ് വരുന്നത്? ടുവേർഡ്സ് ദ ഗംഗാറ്റിക് പ്ലെയിൻസ്. അപ്പോൾ അതിൽ എന്താണ് നമ്മുടെ സിലബസിൽ എന്തുണ്ട്? ബുദ്ധമതത്തെക്കുറിച്ചും ജൈനമതത്തെക്കുറിച്ചും അതുപോലെ മഹാജനപദങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ സിലബസിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ആ ഒരു ചാപ്റ്റർ എന്ന് വെച്ചാൽ ഇത് ഏതാണ്? ദ ഗംഗാറ്റിക് പ്ലെയിൻസ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്താണ്? നമ്മൾ അത് ഇൻക്ലൂഡ് ചെയ്ത് പഠിക്കണം. അതുപോലെ എന്താണ്? ഫ്രം മഗധ ടു താനേശ്വർ. 8ാം ക്ലാസ്സിലെ തന്നെ 9ാമത്തെ ചാപ്റ്റർ ആണ് മഗധ മുതൽ താനേശ്വർ വരെ. അതിലെന്താണ്? അതിൽ മഗധയെക്കുറിച്ചും മൗര്യ രാജവംശത്തെക്കുറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് അല്ലെ? ഗുപ്ത. അപ്പോൾ അതെല്ലാം എന്താണ്? നമുക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഇതിൽ സിലബസിലുള്ളതാണ്, ഇന്ത്യൻ ഹിസ്റ്ററിയിലുമായിട്ട് ഉൾപ്പെട്ടുള്ളതാണിത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു ചാപ്റ്ററും നമ്മുടെ ആ ഒരു സിലബസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം. അതുപോലെ 9ാം ക്ലാസ്സിലെയും ഹിസ്റ്ററി ചാപ്റ്റർ എന്താണ്? നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഏതാണ്? മെഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ. അപ്പോൾ 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ആണ് എന്താണ്? മെഡീവൽ വേൾഡ് സെന്റർ ഓഫ് പവർ. അതെന്താണ്? നമ്മുടെ സിലബസുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എറ ഓഫ് എക്സ്ചേഞ്ച്, അത് ചാപ്റ്റർ 2 ആണ്. അതും നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണ്. അതുപോലെ മെഡീവൽ ഇന്ത്യ കൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പ് ആൻഡ് നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ 4. ഈ ഹിസ്റ്ററിയിലെ നമുക്ക് സ്കൂൾ ടെസ്റ്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. ഏതൊക്കെയാണ്? ചാപ്റ്റർ 1 എന്താണ്? മെഡീവൽ വേൾഡ് സെന്റർ ഓഫ് പവർ. അതുപോലെ ചാപ്റ്റർ 2 ദ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് എറ ഓഫ് എക്സ്ചേഞ്ച്. അതുപോലെ ചാപ്റ്റർ 4 മെഡീവൽ ഇന്ത്യ കൺസെപ്റ്റ് ഓഫ് കിങ്ഷിപ്പ് ആൻഡ് നേച്ചർ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ വേറെ ഏതാണ്? ചാപ്റ്റർ 5 നമുക്ക് പഠിക്കണം. സൊസൈറ്റി ആൻഡ് എക്കണോമി മിഡീവൽ ഇന്ത്യ. മിഡീവൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതാണ്. സൊസൈറ്റി ആൻഡ് എക്കണോമി ഇൻ മിഡീവൽ ഇന്ത്യ. മുഗൾ സാമ്രാജ്യവും ആ ഒരു സുൽത്താനേറ്റും അതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കേണ്ട ആ ഒരു മിഡീവൽ ഇന്ത്യയുടെ ആ ഒരു പീരീഡ് ആണ് ഇതൊക്കെ. അപ്പോൾ 9ാം ക്ലാസ്സിൽ ചാപ്റ്റർ 1 ഹിസ്റ്ററിയുടെ പോർഷൻ ആണ്. ചാപ്റ്റർ 1, ചാപ്റ്റർ 2, ചാപ്റ്റർ 4, അതുപോലെ ചാപ്റ്റർ 5. അതുപോലെ എന്താണ്? ഒരു ചാപ്റ്ററും കൂടി 9ാം ക്ലാസ്സിൽ ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? കേരള ഫ്രം 8th to 18th century ചാപ്റ്റർ 7. അപ്പോൾ കേരള ഹിസ്റ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കേണ്ടതാണ് ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പോർഷൻ ആയ ചാപ്റ്റർ 7. അതുപോലെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പോർഷൻ ഏതാണ് വരുന്നത്?
SCERT പോർഷൻ ഏത് വരും? ചാപ്റ്റർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, നമ്മുടെ വേൾഡ് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെവല്യൂഷൻസ് ഒക്കെ. അപ്പോൾ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്, അപ്പോൾ നമ്മുടെ അമേരിക്കൻ റെവല്യൂഷനും ഫ്രഞ്ച് റെവല്യൂഷനും ചൈനീസും റഷ്യ അങ്ങനെയുള്ള റെവല്യൂഷൻസ് എല്ലാം നമുക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ സിലബസിലുണ്ട്. അതെല്ലാം കണക്ട് ചെയ്ത് നമുക്ക് വരുന്നതാണ് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 1. എന്താണ്? റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. അടുത്ത എന്താണ്? ചാപ്റ്റർ 2 നമുക്ക് എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ചാപ്റ്റർ 2 എന്താണ്? വേൾഡ് ഇൻ ദ 20th സെഞ്ചുറി, ലോകം 20ാം നൂറ്റാണ്ടിൽ. അതിൽ എന്താണ്? നമ്മുടെ UN ഒക്കെ വരുന്നത് എന്താണ്? ഈ ഒരു ചാപ്റ്ററിലാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സിലബസിലുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ SCERT-ൽ കണക്ട് ചെയ്ത് പഠിക്കേണ്ട ഹിസ്റ്ററി പോർഷൻ ആണ്. പിന്നെ എന്താണ്? ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ചാപ്റ്റർ 4-ൽ എന്താണ് വരുന്നത്? ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനും അതിൻ്റെ റെസിസ്റ്റൻസ്, നമ്മുടെ യുദ്ധങ്ങൾ, അങ്ങനെയുള്ള നമ്മുടെ സമരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഹിസ്റ്ററിയിൽ 10ാം ക്ലാസ്സിൽ എന്താണ്? ചാപ്റ്റർ 1 ഹിസ്റ്ററി പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആണ്, ചാപ്റ്റർ 2 ഇമ്പോർട്ടൻ്റ് ആണ്, ചാപ്റ്റർ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ കേട്ടറ്റിന് വേണ്ടി, അടുത്ത കേട്ടറ്റിന് വേണ്ടി, ഇതുവരെ കേട്ടറ്റ് കിട്ടാത്ത, കുറേ പ്രാവശ്യം എഴുതിയിട്ട് കേട്ടറ്റ് കിട്ടാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അല്ലേ. അപ്പോൾ അവർക്കൊക്കെ വളരെ വിഷമമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. അപ്പോൾ അവർ ഇത്ര പ്രാവശ്യം എഴുതിയിട്ട് ചിലപ്പോൾ 1 മാർക്കിന് അല്ലെങ്കിൽ 2 മാർക്കിനൊക്കെ ആയിരിക്കും അവർക്ക് ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ആ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? അവർക്ക് ഒരുപാട് ടീച്ചേഴ്സിൻ്റെ അവസരങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അവരുടെ ജോലി സാധ്യതകളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ നമുക്ക് ഈ കേട്ടറ്റ് എക്സാം ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഇപ്പോൾ കേട്ടറ്റ് 3 എന്ന് വിചാരിക്കും. HSC എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി HSC വിളിക്കാൻ കുറേ നാൾ പിടിക്കില്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമുക്ക് എന്താണ്? ഒരു ഡെയിലി വേജസ് ആയിട്ട് പോകണമെങ്കിൽ തന്നെ എന്ത് നമുക്ക് ആവശ്യം വേണം? നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഒരു കേട്ടറ്റ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? മാറ്റി നിൽക്കും. നമുക്ക് എത്ര ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും കേട്ടറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കേട്ടറ്റ് ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മളെ ടീച്ചർ അല്ല എന്ന രീതിയിൽ തന്നെ അവർ മാറ്റി നിർത്തും. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പുതിയ കോഴ്സ്, കോമ്പറ്റീറ്റീവ് ക്രാക്ക് പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടറ്റിന് വേണ്ടി. അപ്പോൾ നമ്മുടെ കോഴ്സിൽ എന്താണ്? വളരെ നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള നല്ല ക്ലാസ്സുകളാണ് നമ്മളിവിടെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ എന്താണ്? നമ്മുടെ ആപ്പിൽ റെക്കോർഡായിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് റെക്കോർഡ് ക്ലാസ് കേൾക്കാം. അതുപോലെ ഈ റെക്കോർഡ് ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. ആ ഒരു ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ്? എക്സാം എഴുതി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മനസ്സിലാവുള്ളൂ അല്ലേ. അതിനുവേണ്ടി നമ്മൾ ഒരുപാട് എക്സാമുകളൊക്കെ എന്താണ്? കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും പഠന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ മെൻറ്റർ ഉണ്ടാവും നിങ്ങൾക്ക്. അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ ഈ ആപ്പിൽ ഓൾറെഡി നമ്മുടെ ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സിൻ്റെ എല്ലാം PDF നോട്ട് അതിലെന്താണ്? ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആരും മടിച്ചിരിക്കരുത്. നമുക്ക് കിട്ടുന്നില്ല, കേട്ടിട്ട് എത്ര എഴുതിയിട്ട് കിട്ടുന്നില്ല, എനിക്കതൊരു കിട്ടാക്കനിയാന്ന് പറഞ്ഞ് ആരും അത് വേണ്ടാന്ന് വെച്ച് മാറ്റിയിരിക്കരുത്. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. അതുപോലെ തന്നെ ഹിസ്റ്ററിയിൽ വരുന്നതാണ് എന്താണ്? കൾച്ചർ ആൻഡ് നാഷണലിസം. ചാപ്റ്റർ 5 ഹിസ്റ്ററി പോർഷനിൽ 10ാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൾച്ചർ ആൻഡ് നാഷണലിസം. അത് ചാപ്റ്റർ 5 ആണ്. അതുപോലെ എന്താണ്? സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. അതുപോലെ 10ാം ക്ലാസ്സിൽ ചാപ്റ്റർ 6-ൽ വരുന്നതാണ് സ്ട്രഗിൾ ആൻഡ് ഫ്രീഡം. പിന്നെ എന്താണ് വരുന്നത്? ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ചാപ്റ്റർ 7 ഏതാണ്? ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ആണ്. അത് ചാപ്റ്റർ 7 ആണ്. അതുപോലെ കേരള ടുവേർഡ്സ് മോഡേണിറ്റി. ചാപ്റ്റർ 8 10ാം ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കേരള ടുവേർഡ്സ് മോഡേണിറ്റി. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമ്മൾ കൂടുതലും ഏത് SCERT ആണ് നോക്കേണ്ടത്? SCERT ടെസ്റ്റിൽ ഏതാണ്? 10ാം ക്ലാസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 8ഉം 9ഉം 10ഉം നിങ്ങൾ ഹിസ്റ്ററി നമ്മുടെ SCERT സ്കൂൾ ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ, പ്രത്യേകിച്ച് ഞാൻ ഇത്രയും പറഞ്ഞ ആ ഒരു ചാപ്റ്റേഴ്സ് ഹിസ്റ്ററി പോർഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തായാലും നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ ജോഗ്രഫി. അപ്പോൾ ഹിസ്റ്ററിക്ക് ഞാൻ പറഞ്ഞു കേരള ഹിസ്റ്ററിക്കും ഇന്ത്യൻ ഹിസ്റ്ററിക്കും വേൾഡ് ഹിസ്റ്ററിക്കും കൂടി 15 മാർക്കാന്ന് പറഞ്ഞു. അതുപോലെ ജോഗ്രഫിക്ക് എത്രയാണ്? ജോഗ്രഫിക്ക് 15 മാർക്ക് വരുന്നുണ്ട് അല്ലേ. ജോഗ്രഫിക്ക് നമ്മുടെ വേൾഡ് ജോഗ്രഫിക്കും ഇന്ത്യൻ ജോഗ്രഫിക്കും കൂടി എത്ര മാർക്ക് വരുന്നുണ്ട്? നമുക്ക് 15 മാർക്കാണ് വരുന്നത്. രണ്ടും കൂടി 15 മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഹിസ്റ്ററി 15, ജോഗ്രഫി 15 മാർക്കാണ്. അപ്പോൾ ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കൂൾ ടെസ്റ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ജോഗ്രഫിക്ക് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ 8ാം ക്ലാസ്സിലെ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ജോഗ്രഫിയിൽ നമ്മൾ നോക്കേണ്ടത്? ഏതൊക്കെയാണ്? ചാപ്റ്റർ 3. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 3 ഏതാണ്? ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട്. അപ്പോൾ
വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ 3 അല്ലേ, എർത്തിനെ കുറിച്ചുള്ള ആ ഒരു ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. അതുപോലെ എന്താണ് റീഡിങ് മാപ്സ്. അപ്പോൾ നമ്മുടെ എക്സാമിന് എപ്പോഴും മാപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ. അപ്പോൾ ചാപ്റ്റർ 6 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 ആണ് റീഡിങ് മാപ്പ്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെന്താണ് ഭൂമിയുടെ പുതപ്പ് അല്ലേ, ബ്ലാങ്കറ്റ് ഓഫ് ദ എർത്ത്. അപ്പോൾ നമ്മൾ എപ്പോഴും സ്ട്രാറ്റോസ്ഫിയറും ട്രോപ്പോസ്ഫിയറിൽ നിന്നൊക്കെ നമ്മുടെ സിലബസിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, നമ്മുടെ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 10ാമത്തെ ചാപ്റ്റർ ഏതാണ്, ബ്ലാങ്കറ്റ് ഓഫ് ദ എർത്ത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 9ാം ക്ലാസ്സിലെ ജോഗ്രഫി ഏതാണ്, 9ാം ക്ലാസ്സിലെ ജോഗ്രഫി SCERT വരുമ്പോൾ ഏതാണ്, സൺ ഇതാ അൾട്ടിമേറ്റ് സോഴ്സ്. അപ്പോൾ ചാപ്റ്റർ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ 1 എന്താണ്, സൺ ഇതാ അൾട്ടിമേറ്റ് സോഴ്സ്. അതുപോലെ എന്താണ് ചാപ്റ്റർ 2 എന്തിനെ കുറിച്ചാണ്, ദി സിഗ്നേച്ചർ ഓഫ് ടൈം, ദി സിഗ്നേച്ചർ ഓഫ് കാലത്തിന്റെ കയ്യൊപ്പുകൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അത് ചാപ്റ്റർ 2 ആണ്, ജോഗ്രഫിയിൽ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എന്താണ് ബൈ ദ ഹാൻഡ്സ് ഓഫ് ദ നേച്ചർ ചാപ്റ്റർ 4 അത് നമ്മൾ നോക്കിയിട്ട് പോകണം. പിന്നെ ഓഷൻ ആൻഡ് മാൻ, സമുദ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ 5 സമുദ്രങ്ങളെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ, നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ സമുദ്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏതാണ്, ചാപ്റ്റർ 1 പഠിക്കണം, ചാപ്റ്റർ 2 പഠിക്കണം, ചാപ്റ്റർ 4 പഠിക്കണം. ജോഗ്രഫി ചാപ്റ്റർ 5 ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ 10ാം ക്ലാസ്സിൽ ഏതാണ് ജോഗ്രഫി വരുന്ന, 10ാം ക്ലാസ്സിൽ ചാപ്റ്റർ 1 സീസൺസ് ആൻഡ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷൻ തന്നെയാണ് ചാപ്റ്റർ 1 സീസൺ ആൻഡ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ ചാപ്റ്റർ 2 എന്താണ്, ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, കാറ്റിന്റെ ആഗോളമർദ്ദ മേഖലകളൊക്കെ വരുന്ന ആ ഒരു കാറ്റിന്റെ ഭാഗമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് ദ വിൻഡ്. അതുപോലെ ചാപ്റ്റർ 4 ലാൻഡ്സ്കേപ്പ് അനാലിസിസ് ത്രൂ ദ മാപ്സ്. പിന്നെ ഏതാണ് വരുന്നത് 10ാം ക്ലാസ്സിൽ, ഐസ് ഇൻ ദ സ്കൈ ആൻഡ് ഡാറ്റ അനാലിസിസ്. അപ്പോൾ നമുക്കറിയാം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്റർ ആണ് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6. അതുപോലെ ഇന്ത്യ ഇസ് ദ ലാൻഡ് ഓഫ് ദ ഡൈവേഴ്സിറ്റി. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 7 വൈവിധ്യങ്ങളുടെ ഇന്ത്യ അല്ലെ, ഇന്ത്യയെ കുറിച്ചുള്ള. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യ ഇസ് ദ ലാൻഡ് ഓഫ് ഡൈവേഴ്സിറ്റി. അപ്പോൾ അടുത്ത എന്താണ് റിസോഴ്സ് വെൽത്ത് ഓഫ് ഇന്ത്യ, അത് ചാപ്റ്റർ 8 ആണ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഹിസ്റ്ററിക്ക് 15 മാർക്ക്, ജോഗ്രഫിക്ക് 15 മാർക്കാണ്. പിന്നെ ഏതാണ് നമുക്ക് ഉള്ളത്, എക്കണോമിക്സിനാണ്. എക്കണോമിക്സിന് എത്ര മാർക്കാണ്, നമുക്ക് 10 മാർക്കാണ്. എക്കണോമിക്സിന് എത്ര മാർക്കാണ്, 10 മാർക്കാണ്. അപ്പോൾ ഹിസ്റ്ററിക്കും ജോഗ്രഫിയും സ്കൂൾ ടെസ്റ്റ്, നമുക്ക് SCERT സ്കൂൾ ടെസ്റ്റ് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇത് തന്നെയാണ്. പക്ഷെ അത്രയും ഇമ്പോർട്ടൻ്റ് എനിക്ക് തോന്നുന്നു എക്കണോമിക്സിന് ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ എക്കണോമിക്സ് 10 മാർക്കാണ്. എന്താണ് വരുന്നത് 8ാം ക്ലാസ്സിൽ എന്താണ് വരുന്നത്, ചാപ്റ്റർ 7 എന്താണ് എക്കണോമിക് തോട്ട്. അത് നമ്മൾ ജസ്റ്റ് നോക്കി വെച്ചിട്ട് പോകണം. അതുപോലെ എന്താണ് ചാപ്റ്റർ 11 എന്താണ് വരുന്നത്, എക്കണോമിക് പ്ലാനിങ് ഇന്ത്യ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്കണോമിക് പ്ലാനിങ് ഇന്ത്യ. അതുപോലെ എന്താണ് 9ാം ക്ലാസ്സിൽ ഏതാണ് വരുന്നത്, എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട 9ാം ക്ലാസ്സിൽ വരുന്നത് ചാപ്റ്റർ 3 ഏതാണ്, നാഷണൽ ഇൻകം. നമ്മുടെ സിലബസിൽ ഉള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചാപ്റ്റർ 3. അപ്പോൾ ചാപ്റ്റർ 3 നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതുപോലെ ഇത് നമ്മുടെ സിലബസിൽ ഉള്ളതാണ് അല്ലേ, എന്താണ് ചാപ്റ്റർ 6 എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ്. അത് ചാപ്റ്റർ 6 ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പോപ്പുലേഷൻ മൈഗ്രേഷൻ സെറ്റിൽമെന്റ്, അത് ചാപ്റ്റർ 8 ആണ്. അതുപോലെ എക്കണോമിക് സിസ്റ്റം ആൻഡ് എക്കണോമിക് പോളിസി ചാപ്റ്റർ 9 ആണ്. ഇത്രയുമാണ് 9ാം ക്ലാസ്സിലെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. പിന്നെ ഏതാണ് 10ാം ക്ലാസ്സിലെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ് എന്താണ് ചാപ്റ്റർ 3 എന്താണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇന്ത്യ. അപ്പോൾ ചാപ്റ്റർ 3 10ാം ക്ലാസ്സിലെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ. അതാണ് ആ ഒരു ചാപ്റ്റർ 3-യിലുള്ളത്. അതുപോലെ ചാപ്റ്റർ 5 എന്താണ്, അത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് സിലബസിൽ ഉള്ളതാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചറും പബ്ലിക് റവന്യൂ ഒക്കെ എന്താണ് നമ്മുടെ സിലബസിൽ ഉള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാപ്റ്റർ 5 പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് പബ്ലിക് റവന്യൂ.
അതുപോലെ ചാപ്റ്റർ 9 ആണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സർവീസസ്. അപ്പോൾ ചാപ്റ്റർ 9 എന്താണ്? ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സർവീസ് ആണ് ചാപ്റ്റർ 9. ഇതാണ് 10ാം ക്ലാസ്സിലെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന് എത്ര മാർക്കാണ്? അതിന് 10 മാർക്കാണ് പൊളിറ്റിക്കൽ സയൻസിനുള്ളത് അല്ലേ. പൊളിറ്റിക്കൽ സയൻസിൽ എന്ത് വരുന്നു? 8ാം ക്ലാസ്സിലെ ഏത് ചാപ്റ്റർ ആണ്? അവർ ഗവൺമെന്റ്. പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ നമ്മൾ SCRT നോക്കിയിട്ട് പോകണം. ഹിസ്റ്ററിയും ജോഗ്രഫിയും പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് SCRTയുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ എന്താണ്? അവർ ഗവൺമെന്റ്. അത് ഏത് 8ാം ക്ലാസ്സിലെ ഏത് ചാപ്റ്റർ ആണ്? ചാപ്റ്റർ 4 ആണ് അവർ ഗവൺമെന്റ്. അതുപോലെ 9ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? ചാപ്റ്റർ 3 ആണ്. 9ാം ക്ലാസ്സിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അത് ചാപ്റ്റർ 3 ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എന്താണ്? ചാപ്റ്റർ 8 എന്താണ്? ഇലക്ഷൻ ആൻഡ് ഡെമോക്രസി. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് 10ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് ഏതാണ് പഠിക്കാനുള്ളത്? ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. ചാപ്റ്റർ 9 ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അതുപോലെ ചാപ്റ്റർ 10 എന്താണ്? സിവിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് ചാപ്റ്റർ 10 ഇത്രയുമാണ് നമ്മുടെ SCRTയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സിലബസും SCRTയും കൂടെ കണക്ട് ചെയ്ത് പഠിക്കേണ്ട ആ ഒരു ചാപ്റ്റേഴ്സ് ആണ് ഞാൻ ഈ പറഞ്ഞ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സും പൊളിറ്റിക്സും ഒക്കെ. അപ്പോൾ നമ്മൾ സിലബസിലുള്ളത് മാത്രം പഠിച്ചാൽ പോരാ, SCRTയും കൂടി കണക്ട് ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ എക്സാം പാസ്സാവാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതൊക്കെ നമ്മുടെ കഴിഞ്ഞ KTET എക്സാമിന് CCയിൽ നിന്ന് പഠിച്ച് വിജയിച്ച കുട്ടികളുടെ ഫോട്ടോയാണ്. നല്ല രീതിയിലുള്ള പഠനമാണ് ഞങ്ങൾ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ കുട്ടികളൊക്കെ വളരെ നമ്മൾ പറയുന്ന രീതിയിൽ അവരെന്ത് ചെയ്യും, പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ഇതുപോലെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം ആ ഒരു എക്സാം പാസ്സാവാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ മടിച്ചിരിക്കാതെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക്